ഇസ്രയേൽ, ഇറാൻ, US യുദ്ധം തുടങ്ങുമ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടി ചിലവാകുന്ന തുക അത് എത്രത്തോളം ഉണ്ടാകും? അതാര് ചിലവാക്കും? ഇതുവരെ എത്ര ചിലവായിട്ടുണ്ടാകും? ആക്രമണത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസം മുതൽ തുടങ്ങും പിന്നിങ്ങോട്ട് ചിലവുകളുടെ എണ്ണം. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പുനർവിന്യാസത്തിനുമായി മാത്രം ഏകദേശം $630 മില്യൺ ഇപ്പോൾ തന്നെ ചെലവായതായാണ് കണക്കുകൾ. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് മാത്രം $21.7 ബില്യൺ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയിട്ടുള്ളത്. യമൻ, ഇറാൻ എന്നിവിടങ്ങളിലെ മറ്റ് സൈനിക നീക്കങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ ചിലവ് $30.35 മില്യൺ 33.77 മില്യൺ ഇടയിലാണെന്നാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട്. ഇത് ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം വരുമെന്ന് വ്യക്തം. യുദ്ധം നീണ്ടുപോയാൽ മൊത്തം ചെലവ് 18.87 ലക്ഷം കോടി രൂപ വരെ എത്തിയേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനുമായി ഇനി ചർച്ചകൾക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും അത് വളരെ വൈകിപ്പോയി എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണിതെന്നും ആക്രമണം അവസാനിക്കുന്നതുവരെ രാജ്യം ശക്തമായ പ്രതിരോധം തുടരുമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റൈൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അമേരിക്കയിൽ ഇക്കാര്യത്തിൽ വലിയ തോതിൽ വിയോജിപ്പുകൾ ഉയരുന്നുണ്ട്. തങ്ങളുടെ നികുതി പണം എടുത്ത് ഇത്രയും വലിയ തോതിൽ യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാനാണ് എന്നാണ് ചോദ്യം.